ചൂട് വാർത്തയുമായി ദില്ലിയിൽ കർത്തവ്യപഥിൽ നിന്നാണ് തത്സമയം ഈ വാർത്താ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ ഇന്നത്തെ ദില്ലി ബ്യൂറോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ തത്സമയ സംപ്രേഷണം ദില്ലിയിൽ നിന്നാക്കിയത്. റിപ്പബ്ലിക് ഡേയുടെ ഒരുക്കങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ പിന്നിൽ കാണുന്നത്. നമ്മളുടെ എല്ലാ കുട്ടികളും NCCക്കുള്ള കുട്ടികൾ, അതേപോലെ തന്നെ വിവിധ സൈനിക വിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാവരും അവരുടെ പരേഡിൻ്റെ ട്രെയിനിങ് നടത്തുകയാണ്. പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നിൽ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. അവിടെ പ്രേക്ഷകർക്ക് മൂടൽമഞ്ഞ് കൊണ്ട് ദൂരേക്ക് കാണാൻ കഴിയില്ല. അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നോർത്ത് സൗത്ത് ബ്ലോക്കുകളുണ്ട്. അധികാര കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഭരണസിരാ കേന്ദ്രമാണ്, അധികാര കേന്ദ്രമാണ്. ഇവിടെ വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ഒപ്പം തന്നെ ധനമന്ത്രാലയം, അങ്ങനെ 4 പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളാണ് ഈ പഴയ ഈ ബിൽഡിങ്ങിൽ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്ന ആ ബിൽഡിങ്ങിലുള്ളത്. നേരെ കാണുന്ന രാഷ്ട്രപതി ഭവനാണ്. തൊട്ടിപ്പുറത്തായിരുന്നു നമ്മുടെ പഴയ പാർലമെന്റ്, ഓൾഡ് സംസദ് ഭവൻ. പണ്ട് ഈ ഇവിടുത്തെ സുരക്ഷ, പണ്ട് സാധാരണ എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയി വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മേളിൽ വരെ എപ്പോഴും പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് ഡൽഹി നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അന്ന് ധാരാളം മലയാളികൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. രാഷ്ട്രപതി ഭവനിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. മലയാളികളായിരുന്നു ദില്ലി ഭരിച്ചിരുന്നത്. ഒന്ന് ക്യാബിനറ്റിൽ കൂടുതലും മലയാളികൾ, രാഷ്ട്രപതി ഭവനിലടക്കം ബ്യൂറോക്രസിയിൽ കൂടുതലും മലയാളി സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഇത്തരം ഇടങ്ങളിലേക്ക് വരികയും ആ കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയണമെന്ന് വെച്ചത്, നമ്മൾ സാധാരണ ശബരിമലയ്ക്ക് പോകും, അല്ലെങ്കിൽ പെരുന്നാളിന് പോകും, ക്രിസ്മസിന് പോകും, പള്ളി പെരുന്നാളിനൊക്കെ പോകും. പക്ഷേ അതേപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ് റിപ്പബ്ലിക് ദിന സമയത്ത് ഈ ദില്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം. പക്ഷേ റിപ്പബ്ലിക് ഡേ പരേഡാണ് അതിൻ്റെ ഒരു കളർഫുൾ, അല്ലെ, വേറെ അർത്ഥത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ മുഴുവൻ സൈനിക ശക്തിയും എന്താണ് എന്നുള്ളത് നമുക്ക് ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പബ്ലിക് ദിന പരേഡിന് വരിക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവം. മാത്രമല്ല ഈ സൈനിക ശക്തിക്കൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻ്റെ വൈവിധ്യങ്ങൾ, കറക്റ്റ്, ഓരോ സ്റ്റേറ്റിന്റെയും അവിടുത്തെ ഒരു കൾച്ചർ മുഴുവൻ ഇതിനകത്തേക്ക് ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും. ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചാൽ മതി. കേരള എക്സ്പ്രസ്സിൽ കയറുക, സെക്കൻഡ് സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുക, നേരെ ദില്ലിയിലേക്ക് വരിക. ഈ റിപ്പബ്ലിക് ഡേ പരേഡ് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ, ഇതിവിടെ ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്. മാത്രമല്ല ഓൺലൈനിൽ ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടും. റിപ്പബ്ലിക് ദിനം വലിയ തുകയൊന്നുമില്ല, വലിയ ചെറിയ നിസ്സാര പൈസയുള്ളൂ. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വരിക. ചെറിയ ഹോട്ടലുകളുണ്ട്, അവിടെ താമസിക്കുക. അതിനുശേഷം ദില്ലി ഒന്ന് കണ്ടുപോകുക. റിപ്പബ്ലിക് ദിന പരേഡിൽ ആ കുട്ടികളെ കാണിക്കുക. നമ്മുടെ രാജ്യം എന്താണെന്നും അതിൻ്റെ വൈവിധ്യം എന്താണെന്നും ഒക്കെ കുട്ടികൾ അറിയണമെന്നത് ഈ റിപ്പബ്ലിക് ദിന പരേഡ് കാണുന്നതോടു കൂടിയാണ്. ഞാനിതുവരെ നേരിട്ട് റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടിട്ടില്ല കേട്ടോ. ടെലിവിഷനിലൂടെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കും വരണമെന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈ തയ്യാറെടുപ്പുകളൊക്കെ കാണുമ്പോൾ ഒരു രാജ്യം എത്രത്തോളം തയ്യാറെടുപ്പ്, എനിക്കൊന്ന് ഒരു മാസത്തിൽ നിങ്ങളുടെ തയ്യാറെടുപ്പ് അല്ലേ? ഒരു മാസമല്ല, എനിക്ക് തോന്നുന്നു അതിന് ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഇവിടുത്തെ ഈ ഇരിക്കാനുള്ള ഇരിപ്പിടം അതുപോലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാനായി ചുരുങ്ങിയത് 2 മാസം മുൻപെങ്കിലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അപ്പോൾ എണ്ണയിട്ട മെഷീൻ പോലെയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ദില്ലിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.